പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് പൊതുയോഗം ഐകകണ്ഠമായിട്ട് വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയാണ്. അദ്ദേഹത്തിന് നമ്മുടെ യൂണിറ്റിൻ്റെ പേര് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ യൂണിറ്റ് കൺവീനർ ശ്രീ NK സുഗതനെ ക്ഷണിക്കുകയാണ്. കുടുംബയോഗത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് ശ്രീ സന്തോഷ് സംസാരിക്കും. നമ്മുടെ അധ്യക്ഷൻ മുൻ സഹ സെക്രട്ടറി ശ്രീ സുകുമാരൻ ചേട്ടൻ, യൂണിറ്റ് കൺവീനർ സുഗൻ ചേട്ടൻ, നമ്മുടെ സഹ കമ്മിറ്റി അംഗം ശിവൻ ചേട്ടൻ, നിതീഷ്, മറ്റ് യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളെ, പ്രിയപ്പെട്ട എൻ്റെ കുടുംബാംഗങ്ങളെ, ഇന്ന് വളരെ തിരക്കുള്ളൊരു ദിവസമാണ്. അതിലുപരി എനിക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു ദിവസം കൂടിയാണ്. എൻ്റെ ഒരു കാരണം, എൻ്റെ ഇന്ന് വിവാഹ വാർഷികമാണ്. ആ ഒരു അവസരത്തിൽ തന്നെ എനിക്ക് ഇതുപോലൊരു പുരസ്കാരം ഈ വൈകിയ വേളയിലാണ് ഞാൻ അറിഞ്ഞത്. ഇങ്ങനൊരു പുരസ്കാരം എനിക്ക് തരുന്നുണ്ട്. കാരണം എന്നെ സുഖചേട്ടൻ വിളിച്ച് പറഞ്ഞിരുന്നു, ഒരു വൈകിയാണെങ്കിലും ഒരു 8 മണിക്കാണെങ്കിലും നീ വന്നം. എൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല, അങ്ങനെ പുസ്തക വിതരണമുണ്ട്, പിള്ളേർക്ക് മൊമെൻ്റ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ കൊച്ചിനെ ഒരു അഡ്മിഷനായിട്ട് പോവുകയാണ്, വരാൻ സാധിക്കില്ല ചേട്ടാ എന്ന് പറഞ്ഞപ്പോൾ സുഖചേട്ടൻ പറഞ്ഞു നിനക്ക് ഒരു പൊന്നാട അടിക്കുന്ന പരിപാടിയുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പൊന്നാട എനിക്ക് കിട്ടുന്നത്. ഒരു അവാർഡായിട്ട് ഞാൻ സ്വീകരിക്കുന്നു, ഏറ്റവും വിലപ്പെട്ട ഒരു അവാർഡ്. രണ്ടാമത് സുമചേട്ടൻ പറഞ്ഞതുപോലെ കൊമ്പനാടെന്ന് വന്ന് ഏകദേശം ഒരു 8 വർഷമാണ്. ഇപ്പോൾ 21-ാം തീയതി വരുമ്പോൾ 8 വർഷമായി ഞാൻ നെടുങ്കപ്പുഴ താമസം തുടങ്ങിയിട്ട്. അതിൽ ഒരു 6 വർഷം അല്ലെങ്കിൽ 5 വർഷം നിങ്ങളെ മുഴുവൻ കണ്ട് ഈ ശാഖയുടെ പ്രവർത്തനമൊക്കെ ആയിട്ട് നടത്താൻ സാധിച്ചു. അതിന് ഗുരുവിനോടുള്ള നന്ദിയും നിങ്ങളോടുള്ള സ്നേഹവും അറിയിക്കുന്നു. വീണ്ടും ഒരു ടൈം കൂടി, അതായത് 3 വർഷം കൂടി ശാഖ പ്രസിഡന്റ് എന്നൊരു ചുമതല എനിക്ക് നിങ്ങൾ, അതായത് കമ്മിറ്റിക്കാരെല്ലാവരും ഈ പറഞ്ഞ പോലെ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്താണ്. എന്നിരുന്നാലും ഇത് ഞാൻ ഏകദേശം ഒരു പ്രതീക്ഷിച്ച ഒരു പ്രസിഡന്റ് സ്ഥാനമാണ്. കഴിഞ്ഞ ടൈമിൽ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ ഈ കമ്മിറ്റിയിലേക്ക് വന്നത്. അന്ന് ഒരു മുൻകരുതലോ ഒരു തയ്യാറെടുപ്പോ ഒന്നും എടുക്കാതെയാണ് വന്നത്. എനിക്ക് ആരെയും ഒരു പരിചയമില്ല. അപ്പോൾ എന്നോട് പറയുക എല്ലാവരും ഇത് പരിചയപ്പെടാനാണ് നിന്നെ ശാഖ പ്രസിഡന്റ് ആക്കിയത്. ഇരിക്കുന്ന ഒരു 75% പേരെ എനിക്കറിയാം. ഇപ്പം ഇന്നിവിടെ പരിചയപ്പെട്ട ചേട്ടനെ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ചേട്ടൻ കുടുംബയോഗത്തിലൊന്നും വരാറില്ലാത്ത ആളായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ബാക്കി എല്ലാവരും സജീവമായിട്ട് പങ്കെടുക്കുന്നതാണ്. മറ്റേ വരുമാനമൊക്കെ ഞാൻ അറിയുന്നതാണ്. ബാക്കി എല്ലാവരെയും എനിക്കറിയാം. എന്തായാലും നിങ്ങളെ എനിക്ക് തന്നൊരു സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ഉന്നത വിജയം പുരസ്തമാക്കിയ എനിക്ക് വേണേൽ +2-നോ അല്ലെങ്കിൽ SLCക്കൊക്കെ +, USS ഉന്നത വിജയത്തിൻ്റെ അവാർഡാണ്. പിന്നെ പുസ്തക വിതരണമുണ്ട്, ബുക്ക് വിതരണമുണ്ട്. ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഇത്ര ആൾക്കാരെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവിടെ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒന്നിൽ ചെന്നപ്പോൾ ഇതുപോലെ തന്നെ പ്രതീക്ഷിക്കാത്ത ഒരാളെ കണ്ടു. അപ്പോൾ എന്താ പ്രത്യേകത എന്നൊരു ബുക്ക് വിതരണമുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകതയൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ കൂടും. കാരണം ഇത്ര മഴയത്ത് ഇത്ര ആൾക്കാർ വന്നെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞിട്ട് പോയാൽ അപ്പോൾ അടുത്ത മാസം ആൾ കുറയും. അതാണ് ഞാൻ അങ്ങനെ പറയണില്ല. ഞാൻ പറഞ്ഞാൽ പിറ്റത്തെ മാസം ആൾ കുറയും. അപ്പോൾ പറയും നീ പറഞ്ഞിട്ട് പോയാൽ തന്നെയാണ് ആൾക്കാർ കുറയുന്നത്. എന്തായാലും കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പറഞ്ഞു കുറച്ച് കസേര കൂടി വാങ്ങിക്കണം, എനിക്ക് വേണം 25 കസേര കൂടി നിങ്ങൾക്ക് വാങ്ങിക്കാം എന്നാണ്. കാരണം ഇന്നിപ്പോൾ 65 പേർക്ക് ഹാജരുണ്ട്. അപ്പോൾ ഈ കൂട്ടായ്മ എന്നും നിലനിർത്തണം. അതുപോലെ തന്നെ ചതയത്തിനാണെങ്കിലും ഈ തവണ 1ാം സ്ഥാനം 3ാം യൂണിറ്റിനാണ്. അതിൽ എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും. കാരണം 10-ൽ മേളിൽ അവിടെ ഹാജർ വന്നിട്ടില്ല. ഇത്തവണ ഏറ്റവും 1ാം സ്ഥാനത്തേക്കാണ് ചതയ പൂജയ്ക്ക് വന്നത്. 3ാം യൂണിറ്റാണ്. ഞാൻ ആ യൂണിറ്റിലുള്ള ഒരു അംഗമാണ്. 2ാം സ്ഥാനം 5-6 യൂണിറ്റിലാണ്. അപ്പോൾ അടുത്ത ചതയം അടുത്ത മാസം 14-ാം തീയതിയാണ്. ഇതിൽ വന്നിരിക്കുന്ന ഒരു പകുതി പേരെങ്കിലും അവിടെ വരികയാണെങ്കിൽ അതുകൂടി നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. റിപ്പോർട്ടും കണക്കും അവതരിപ്പിക്കുന്നതിന് യൂണിറ്റ് കൺവീനറെ ക്ഷണിക്കുന്നു. കുട്ടികളുടെ
പരിപാടികളാണ് കുട്ടികൾ ഓരോരുത്തരായിട്ട് കടന്നു വരിക. നമസ്കാരം, എൻ്റെ പേര് ശ്രീനന്ദ സുബിൻ. ഞാനിവിടെ പറയാൻ പോകുന്നത് കുമാരനാശാന്റെ ജീവിതചരിത്രക്കുറിപ്പാണ്. മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കവിയാണ് എൻ കുമാരനാശാൻ. ആശയഗംഭീരൻ, സ്നേഹഗായകൻ എന്നീ വിശേഷണങ്ങളുള്ള അദ്ദേഹം ആധുനിക കവിത്രയത്തിൽ ഒരാളാണ്. 1873 ഏപ്രിൽ 12 തിരുവനന്തപുരത്ത് ചിറയൻകീഴ് താലൂക്കിൽ കായ്ക്കര ഗ്രാമത്തിൽ നാരായണ പെരുങ്ങാടിയുടെയും കാളിയമ്മയുടെയും രണ്ടാമത്തെ മകനായി തൊമ്മൻ വിളാകം വീട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. ചെറുപ്പത്തിൽ വളരെ കുസൃതിയായിരുന്ന അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് കുമാരു എന്നായിരുന്നു. സംസ്കൃതവും വേദാന്ത പുരാണങ്ങളും പഠിച്ച കുമാരനാശാൻ 1891 ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായി എത്തി. സന്യാസിയാവാൻ പുറപ്പെട്ട ആശാനെ ഉപരിപഠനത്തിന് അയച്ചത് ഗുരുവാണ്. ഒരു സംസ്കൃത പാഠശാല ആരംഭിച്ച് സംസ്കൃതം പഠിപ്പിച്ചു തുടങ്ങിയതോടെയാണ് കുമാരനാശാൻ ആയത്. ഡോക്ടർ പൽപു, ശ്രീനാരായണ ഗുരു എന്നിവരുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു ധർമ്മപരിപാലന യോഗം SNDP രൂപീകരിച്ചപ്പോൾ 1903 ജൂൺ 4 ആശാൻ അതിൻ്റെ പ്രഥമ സെക്രട്ടറിയായി. സാമൂഹിക ഉച്ചനീചിത്വങ്ങൾക്കെതിരെ തൂലിക പടവാളാക്കിയ കുമാരനാശാൻ ഖണ്ഡകാവ്യങ്ങൾ മാത്രം എഴുതി കരസ്ഥമാക്കി. 1907 അദ്ദേഹം വീണപൂവ് എന്ന മലയാള കൃതി മലയാള സാഹിത്യത്തിലെ ലക്ഷണമൊത്ത ആദ്യത്തെ ഖണ്ഡകാവ്യമാണ്. ഈ കൃതി മലയാള സാഹിത്യത്തിലെ കാൽപ്പനിക പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. 1922 അദ്ദേഹം കേരളത്തിലെ മഹാകവി എന്ന നിലയിൽ ഇംഗ്ലണ്ടിലെ വെയിൽസ് രാജകുമാരനിൽ നിന്നും പട്ടും വളയും സ്വന്തമാക്കി. നളനി, ലീല, ചിന്താവിഷ്ടയായ സീത, കരുണ, ദുരവസ്ഥ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. 1924 ജനുവരി 16 അദ്ദേഹം സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞ് അദ്ദേഹം മുങ്ങി മരിച്ചു. നന്ദി. നമസ്കാരം, എൻ്റെ പേര് വൈഗാ മനോജ്. ഞാൻ ഇന്നിവിടെ പാടാൻ പോകുന്നത് പൂതന മോക്ഷമാണ്. പൂതന മോക്ഷ കഥയിൽ ചിരിക്കുന്ന പുണ്യത്തിടമ്പേ തൊഴാം. പൂതന മോക്ഷ കഥയിൽ ചിരിക്കുന്ന പുണ്യത്തിടമ്പേ തൊഴാം. കാളിയ മർദ്ദനമാടിയ താമര കാൽത്തളിർ പൊട്ടു തൊഴാം. കാളിയ മർദ്ദനമാടിയ താമര കാൽത്തളിർ പൊട്ടു തൊഴാം. കൃഷ്ണ മാധവ കൃഷ്ണ കൃഷ്ണ ഗോകുല കൃഷ്ണ. ഭാരതം അമ്പാടിയാക്കുന്ന പൈതല് ഭാഗ്യങ്ങൾ ചൊല്ലി തൊഴാം. ഭാരതം അമ്പാടിയാക്കുന്ന പൈതല് ഭാഗ്യങ്ങൾ ചൊല്ലി തൊഴാം. ലോകം മുഴുവൻ വിളിച്ചുണർത്തുന്ന ഓടക്കുഴലും തൊഴാം. ലോകം മുഴുവൻ വിളിച്ചുണർത്തുന്ന ഓടക്കുഴലും തൊഴാം. കൃഷ്ണ മാധവ കൃഷ്ണ കൃഷ്ണ ഗോകുല കൃഷ്ണ. പൂതന മോക്ഷ കഥയിൽ ചിരിക്കുന്ന പുണ്യത്തിടമ്പേ തൊഴാം. കാളിയ മർദ്ദനമാടിയ താമര
കൃഷ്ണ